കോൺഗ്രസ് ഭരണസമിതി നേതൃത്വം നൽകുന്ന വയനാട് തരുവണ സർവീസ് സഹകരണ ബാങ്കിൽ സാമ്പത്തിക തിരിമറി നടന്നതായി കണ്ടെത്തൽ. ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് കൂടുതൽ തുക വന്നതായാണ് അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണ്ണിന്. ഫൈസൽ നെടുമ്പാല വിശദാംശങ്ങൾ നൽകും. ഫൈസൽ, അങ്ങനെയെങ്കിൽ ഗൗരവതരത്തിലുള്ള തിരിമറികൾ ബാങ്കിനകത്ത് നടന്നു എന്ന് വ്യക്തമാണ്. അതിന്റെ എന്തെല്ലാം സൂചനകൾ ഈ റിപ്പോർട്ടിനകത്തുണ്ട് ഫൈസൽ? സൈഫുദ്ദീൻ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് തരുവണ സർവീസ് സഹകരണ ബാങ്കിന്റെ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലൂടെ നടത്തിയ കണക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അസിസ്റ്റന്റ് രജിസ്ട്രാർ ജൂനിയർ രജിസ്ട്രാർക്ക് നൽകിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2023 ഈ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടിൽ എഴുതി വെക്കുന്നുണ്ട്. അതായത് ജീവനക്കാർ അവർക്ക് അനുവദിച്ചിട്ടുള്ള തുക ട്രാൻസാക്ഷന് പുറമെ മറ്റു ട്രാൻസാക്ഷൻ കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻസുകളാണ് അവരുടെ അക്കൗണ്ട് വഴി അവർ നടത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി ചില പേര് വിവരങ്ങൾ തന്നെ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ബാങ്ക് സെക്രട്ടറിയായ ശ്രീ വിജയേശ്വരി എന്നയാളുടെ അക്കൗണ്ടിലേക്ക്, സേവിങ്സ് അക്കൗണ്ടിലേക്ക് 2014 മുതൽ 2023 വരെയുള്ള കാലയളവിൽ 2,41,70,75,064 രൂപ വരവും 2,41,68,692 രൂപ ചിലവുമായി കണക്കാക്കുന്നുണ്ട്. അത് മാത്രമല്ല, അതിന് പുറമെ 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇതേ സേവിങ്സ് അക്കൗണ്ടിൽ 42,25,492 രൂപ വരവും 43,18,026 രൂപ ചിലവും വന്നിട്ടുണ്ട്. ഇതിന് പുറമെ 40 ഇവരുടെ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിൽ 21,58,199 രൂപ വരവും വന്നിട്ട് ഇതിൽ ശമ്പള തുക വരവ് വെച്ചതിന് പുറമെ നിരവധി ക്യാഷ് ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ ആദ്യത്തെ കണ്ടെത്തൽ. അതിനു പുറമെ ബാങ്കിലെ സീനിയർ ക്ലർക്ക് തസ്തികയിൽ ജോലി ചെയ്തു വരുന്ന അബ്ദുള്ള എന്നവരുടെ പേരുള്ള സേവിങ്സ് അക്കൗണ്ടിലേക്ക് 2010 മുതൽ 2023 വരെയുള്ള കാലയളവിൽ 55,28,307 രൂപ വരവും 55,28,265 രൂപയുടെ ചിലവും വന്നിട്ടുണ്ട്. അതായത് 2022-23 സാമ്പത്തിക വർഷത്തിൽ 6,51,970 രൂപ വരവും 6,51,741 രൂപ ചിലവും വന്നിട്ടുണ്ട്. ടിയാന്റെ പേരിലുള്ള ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിൽ 2,52,404 രൂപയുടെ ഇടപാടുകളും നടന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ ജീവനക്കാരുടെ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ന്യൂനതകൾ കണ്ടെത്തിയ റിപ്പോർട്ടാണ്. ഇതിൽ കൃത്യമായി തന്നെ പറയുന്നു, ബാങ്കിലെ ജീവനക്കാരുടെ പേരിലുള്ള ബാങ്കിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലും കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് നടന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ക്യാഷ് ഇടപാടുകളും ക്യാഷ് അല്ലാത്ത ട്രാൻസ്ഫർ ഇടപാടുകളും ബാങ്കിലെ ജീവനക്കാർ ബാങ്കുമായി നടത്തുന്നത് 1969 കേരള സഹകരണ നിയമത്തിലെ ചട്ടം 195 പ്രകാരം നിയമവിരുദ്ധമാണ്. ചട്ടം 195 ഒരു സഹകരണ സംഘം ജീവനക്കാർ നേരിട്ടോ അല്ലാതെയോ താൻ ജോലി ചെയ്യുന്ന സഹകരണ സംഘവുമായി ഏതെങ്കിലും തരത്തിലുള്ള കരാറുകൾ ഏർപ്പെടാൻ പാടില്ല എന്നും കൃത്യമായി ഇത് നിയമവിരുദ്ധമാണെന്നുള്ള കണ്ടെത്തലാണ് അസിസ്റ്റന്റ് രജിസ്ട്രാർ നടത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല സൈഫുദ്ദീൻ, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ ബാങ്കിൽ നിരവധി ആളുകൾ വായ്പ എടുത്തിട്ടുണ്ട്, സ്വത്ത് വകകൾ വെച്ചുകൊണ്ട് വായ്പ എടുത്തിട്ടുണ്ട്. ഈ വായ്പകൾ, അതായത് ഒരു 10 സെന്റ് ഭൂമി ഈടായി വെച്ചുകൊണ്ട് 10 ലക്ഷം രൂപ വരെ വായ്പ എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഈ 10 ലക്ഷം രൂപക്ക് ഉതകുന്ന തരത്തിലുള്ള ഈടല്ല വെച്ചത് എന്നുള്ള തരത്തിലുള്ള കണ്ടെത്തലുകളാണ് ഇപ്പോൾ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഈ സർവീസ് സഹകരണ ബാങ്കുമായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ രേഖ 2023 ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ രേഖകളാണ് ഇപ്പോൾ മീഡിയ വണ്ണിൽ ലഭിച്ചിരിക്കുന്നത്. സൈഫുദ്ദീൻ. ഫൈസൽ നെടുമ്പാലയാണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.